അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മളിന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിന് വേണ്ടിയുള്ളത് അരി ഒരു 250 അരി പുതിർത്തിയതാട്ടോ. അതൊന്ന് പുതിർന്ന് വരട്ടെന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ പുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. അപ്പോൾ അരിയൊക്കെ പുതിർന്ന് നമ്മൾ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. ഇപ്പം നമുക്കൊരു 3 ശർക്കര നമ്മൾ ഉരുക്കാൻ വെക്കട്ടോ. 3 ശർക്കരയാണ്. അതൊന്ന് നമുക്ക് ഉരുക്കാൻ വേണ്ടി വെക്കാം. വേണ്ടി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കട്ടോ. അതിൽ കുറഞ്ഞ് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഉരുകി വെക്കാം. നമ്മൾ ശർക്കര ഇവിടെ ഉരുകി വന്ന് ഞാൻ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ പാത്രത്തോട്ട് അരിച്ചെടുക്കാം. ഇനി ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. നമുക്ക് ഈ പഴം നമുക്കതിൽ ചേർക്കാനുള്ളതാട്ടോ. ഉണ്ണിയപ്പത്തിൽ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടോ. മൈസൂർ പഴമാണ് നമ്മളെ കയ്യിൽ, അതാണുള്ളത്, അതാണ് ചേർത്താൻ പോണത്. ഈ പഴം നമുക്ക് അരച്ചെടുത്ത് തരാം കേട്ടോ. നമ്മളെ പഴം ഇവിടെ അരച്ചെടുത്തിട്ടോ. നമുക്ക് അരി അരച്ചെടുക്കാം. അരി ഇതിലോട്ടിട്ട് കൊടുക്കാം. ശർക്കര പാനി വെച്ചെടുക്കാം. നമുക്കത് വെച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു 4 ഏലക്ക തൊലി കളഞ്ഞ് വെച്ചതാണ്. അത് നമുക്ക് അതിലിട്ട് കൊടുക്കട്ടോ. നമുക്കിത് അരച്ചിട്ട് വരാം. ഇത് നമ്മൾ അരി അരച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. നമുക്കൊരു ട്രിപ്പും കൂടെ ഇടാം. ഒന്നും കൂടി അരച്ചെടുക്കാം. അരി ഇട്ടെടുത്ത് ശർക്കര പാനി ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളടുത്ത മാവ് അരച്ചെടുത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ലേശം നമുക്ക് ഇതിലിട്ട് കുറച്ച് 2-3 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കട്ടെ. 3 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് അതിൽ മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതൊന്ന് ഇതിൽ യോജിപ്പിച്ച് നമുക്ക് കലക്കി എടുത്തേക്കട്ടോ. ഇത് കലക്കിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വിസ്ക് നമുക്കൊരു നുള്ള അപ്പക്കാരം ഇട്ട് കൊടുക്കട്ടെ.
നുള്ളു ഉപ്പിട്ടെടുക്കാം. നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ നുള്ളുപ്പ് നമ്മൾ വിസ്ക് വെച്ചൊന്ന് നല്ലോണം കലക്കിയെടുക്കുക. പാകമായി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. നമുക്കൊരു 3-4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യട്ടോ. നമ്മൾ അടച്ച് വെച്ച് നമുക്കത് മാറ്റി വെക്കാം. അപ്പം നമ്മളെ മാവൊക്കെ ഇവിടെ റെഡി ആയി കേട്ടോ. ഒക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. ഇപ്പം നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ലേശം തേങ്ങ ഒന്ന് മൂപ്പിച്ച് അതിൽ ഒഴിക്കാണ്ട് അതൊന്ന് അതിന് വേണ്ടി നമ്മളിതാ പാലെടുത്തിട്ട് വെച്ച് നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിക്കട്ടോ. അതിന് വേണ്ടി നമുക്ക് ലേശം ഓയിൽ ഒഴിക്കണം. നെയ്യ് തീർന്നു പോയി നമ്മൾ ലേശം ഓയിൽ ഒഴിക്കുകയാണ്. ഒന്ന് ചൂടായി വെക്കുക. ഓയിൽ മുട്ട് വന്ന് തേങ്ങ ഇട്ട് വെക്കാം. തേങ്ങ ഒന്ന് മുട്ടിച്ചെടുക്കാം. മൂത്ത് വരട്ടെ. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. തേങ്ങാക്കൊത്തൊന്നും മൂത്ത് വരട്ടെ കേട്ടോ. ഒന്ന് ചുവപ്പ് ഗോൾഡൻ കളറായി വരണം കേട്ടോ. തേങ്ങാക്കൊത്ത് റെഡി ചെയ്തിട്ട് നമുക്കത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലടക്കം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉന്നപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഒന്ന് ചൂടായി വെക്കട്ടെ. പച്ചട്ടിയൊക്കെ ചൂടായി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മൾ ഓയിലൊന്ന് തിളച്ച് വെക്കട്ടെ. നമുക്ക് ഓയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് റെഡിയായി വരട്ടെ കേട്ടോ. ഇതാണ് നമ്മളെ അയാനും റിനൂസും കേട്ടോ. നമ്മളെ അയാൻ റിനൂസ് ഒക്കെ ഇതാണ് കേട്ടോ. രണ്ടാളും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വന്ന് കേട്ടോ.
ഇതായപ്പം തിന്നാന്ന് വിചാരിച്ചിട്ട് വന്നത്. ഓക്കെ, നമുക്ക് ഒഴിച്ച് വെക്കാം. ഒക്കെ അവിടെ റെഡിയായി. ലാസ്റ്റെല്ലാം നമ്മളെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡിയായി. നല്ല സ്പോഞ്ച് പോണുള്ള ഉണ്ണിയപ്പാട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് തടണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.